മൂക്ക് പൊത്തിയിട്ട് വേണം ഈ പ്രദേശത്തേക്ക് കടക്കാൻ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരും അധികം ഇങ്ങോട്ട് വരാറുമില്ല. പാകം ചെയ്ത ഭക്ഷണം കഴിക്കാതെ എടുത്തു കളയുന്നു പലരും. രുചിവ്യത്യാസം മൂലം വെള്ളം കുടിക്കാനുമാകുന്നില്ല. യാതൊരു നിബന്ധനകളും പാലിക്കാതെ ഇവിടെ പ്രവർത്തിക്കുന്ന പന്നി ഫാമാണ് ഇവരുടെ ജീവിതം ഇത്രമേൽ ദുസ്സഹമാക്കിയത്. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഒരു തുണി നനച്ചിടാനും ഒരു ബക്കറ്റ് വെള്ളം കോരിയിട്ട് കരക്കി വെക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് എല്ലുകൾ ഇപ്പോഴും എല്ലുകൾ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ട്. 2001 തുള്ളിശ്ശേരിയിൽ ആട്, താറാവ്, മുയൽ എന്നിവ വളർത്തുന്നതിനായി ഫാം തുടങ്ങിയത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇതേ ലൈസൻസിൽ ഇതിനെ പന്നി ഫാമാക്കി മാറ്റിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി വാങ്ങാതെയാണ് ഫാം പ്രവർത്തിച്ചു വന്നിരുന്നത്. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡും ആരോഗ്യവകുപ്പും ഇടപെട്ടു. ഫാം അടച്ചുപൂട്ടണമെന്ന് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. കാറ്റ് വീശുന്നതോടൊപ്പം നല്ല നാറ്റമുണ്ട്. മാത്രമല്ല വിസർജ്യ വസ്തുക്കൾ ആ പരിസരത്ത് കൂടെ ഒലിച്ചു പോകുന്ന ഇവരുടെ ഈ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ കോളനിയിൽ തിങ്ങി താമസിക്കുന്ന ഈ ആളുകളുടെ ഈ കോളനിയുടെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇതെല്ലാം കൂടെ ആയിട്ട് ഇവർക്ക് വലിയ പ്രയാസമാണ്. ഫാം അടച്ചുപൂട്ടാനുള്ള പഞ്ചായത്തിന്റെ നിർദ്ദേശത്തിനെതിരെ ഉടമ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങുകയായിരുന്നു. എന്നാൽ ജൂലൈ 21 സ്റ്റേയുടെ കാലാവധി കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം.